എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു പുതുവത്സരാശംസകൾ. ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി പൗഡറും ലഡുവുമാണ് തയ്യാറാക്കുന്നത്. അതിന് ആ പൗഡർ ഫോമിലാക്കുന്നത് നമ്മൾ മുതിർന്ന ആളുകൾക്കും ലഡു ഫോമിലാക്കുന്നത് കുട്ടികൾക്കുമായിട്ട് നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടുന്നത് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ പറയാം. ആദ്യം നമ്മൾ 50 ഗ്രാം ഉലുവയാണ് ചേർത്തത്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം അതിനകത്ത് 25 ഗ്രാം ജീരകവും 25 ഗ്രാം അയമോദകവും കൂടി ചേർത്ത് ഫ്രൈ ആക്കി നമ്മൾ മാറ്റി. അതിന് ശേഷം 50 ഗ്രാം എള്ള്, 25 ഗ്രാം കരിഞ്ജീരകം, 25 ഗ്രാം ആയാളി, ഇത് ഇത്രയും കൂടാണ് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ചൂടായി വരട്ടെ. ഇതെല്ലാം നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാൻ. അതും ചൂടായിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ 100 ഗ്രാം വാൾനട്ടാണ് ചൂടാക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അത് ഇത്തിരി സമയമെടുത്ത് ചൂടാക്കണം. അത് ചെറിയ തീയിലാണ് നമ്മൾ ഇടുന്നത്. അതിന് ശേഷം നമുക്ക് അതിന് വേണ്ടത് കറുകപ്പട്ട ഒരു 5 ഗ്രാം, ഏലക്ക 15, ഗ്രാമ്പു ഒരു 10 എണ്ണം, പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകം. 1 സ്പൂൺ എന്ന് വെച്ചാൽ നല്ലൊരു സ്പൂൺ, ഒരു 10 ഗ്രാം കാണും, അത്രയും അതും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ചൂടാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് മുതിരയാണ്. മുതിര ഒരു 100 ഗ്രാം. അത് ഇത്തിരി സമയമെടുക്കും അതൊന്ന് ഫ്രൈ ആയി വരാൻ. അത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഐറ്റംസ് എല്ലാം കഴുകി ഉണക്കി വെച്ചതാണ്. കഴുകി ഉണക്കിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കെമിക്കലുകളൊക്കെ കാണും, ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അല്ലാതെ പൊടികളും അഴുക്കുകളും ഒക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത്. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി അതൊന്ന് പൊട്ടുന്ന ഒരു പരുവമുണ്ട്. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അത് പൊട്ടാൻ തുടങ്ങും. ആ ഒരു പരുവത്തിൽ അത്രയ്ക്ക് നന്നായിട്ടത് ചെറിയ തീയിൽ ഫ്രൈ ആക്കി എടുക്കണം. അതും റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു 100 ഗ്രാം ഓട്സാണ്. ഈ ഐറ്റംസ് എല്ലാം നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് നന്നായി തണുത്തതിന് ശേഷം പൊടിച്ച് വെച്ച് 1 മാസത്തിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഓട്സ് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് ഈ പൗഡർ നമ്മൾ രാവിലെ 1 ഗ്ലാസ് പാലിനകത്ത് ഒന്ന് ചൂടാക്കിയോ, അല്ലെങ്കിൽ പാല് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിനകത്തൊന്ന് തിളപ്പിച്ച് 1 സ്പൂൺ ഒന്ന് തിളപ്പിച്ചാൽ മതി. അധിക സമയം ഇടുകയൊന്നും വേണ്ട. അധിക സമയം വെള്ളം തിളച്ചതിന് ശേഷം അതിനകത്തോട്ട് ഈ 1 സ്പൂൺ പൊടിയിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് മാറ്റി അവിടെ അടച്ചു വെക്കുക. അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിനകത്ത് 2 സ്പൂൺ പൊടിയിട്ടിട്ട് നമുക്ക് മാറ്റി അടച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് റെഡിയായി കിട്ടും. അതങ്ങ് കുടിച്ചാൽ മതി. ഇനി നമ്മൾ ചേർത്തത് നമ്മുടെ ചെറുപയറുണ്ടല്ലോ, അത് പിളർന്ന ചെറുപയറായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്. അതാണ് ഞാൻ എടുത്തത്. അതും ഒന്ന് ഫ്രൈ ആക്കുക. അതൊരു 50 ഗ്രാം മതി. അതും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നല്ല സ്മൂത്തായിട്ട് നല്ല പൗഡറാക്കി എടുക്കണം. തരി ആകാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. ചെറുപയർ 50 ഗ്രാമാണ് നമ്മളെടുത്തത്. അതും ഫ്രൈ ആയിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. എവിടെ ഉഴുന്ന്? ഉഴുന്നല്ല, റാഗി ഒരു 150 ഗ്രാം എടുത്തിട്ടുണ്ട്. അതും ചെറിയ തീയിൽ നമ്മൾ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ഒന്ന് ഫ്രൈ ആയിട്ട്, ഇവിടെ മഴയാണ്, അതുകൊണ്ട് എല്ലാവർക്കും ത്രോട്ടിന് പ്രശ്നമാണ്. അതുകൊണ്ടാണ് കുറേ ദിവസം കൊണ്ടേ ഇങ്ങനെ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം. എല്ലാവർക്കും അസുഖങ്ങളൊക്കെ, തലവേദന, ജലദോഷം, അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ്. ഇനി അടുത്ത് നമ്മൾ ഉഴുന്നാണ്. ഉഴുന്ന് അറിയാമല്ലോ, ചുവപ്പ് നിറമാവുന്നിടം വരെ ചെറിയ തീയിൽ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം.
ആ ഉഴുന്നൊക്കെ മൂത്ത് വരുമ്പോൾ എന്താ ഒരു ഗന്ധമാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഒന്ന് മൂത്ത് വരട്ടെ, നന്നായിട്ടൊന്ന് ഫ്രൈ ആയി ചുവന്ന നിറത്തിലായി വരട്ടെ. ഇത് തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ. ഇതൊന്ന് ഒന്നര സ്പൂണൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉച്ച വരെ വിശപ്പേ തോന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട്. എല്ലാ ദിവസമൊന്നും ഞാൻ കഴിക്കാറില്ല സത്യം. ഒന്നിക്കൊന്നിരാടും ദിവസങ്ങളിലൊക്കെ ഞാനിത് കഴിക്കും. ഇവിടെ ഏട്ടന് ഇഷ്ടമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പറ്റാതെ വരുമ്പോൾ ഇതൊരു 2 സ്പൂണ് കലക്കിയും കുടിച്ചു കഴിഞ്ഞാൽ ഉച്ച വരത്തേക്ക് നമുക്ക് വിശപ്പേ തോന്നുമില്ല. രാവിലെ കുക്ക് ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ. ഒരു ദിവസം മെനക്കെട്ടാൽ മതി. ഇനി നമ്മൾ അടുത്തത് ഇടുന്നത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി, കടല എന്ന് വെച്ചാൽ കറി വെക്കുന്ന അതല്ല, നിലക്കടല. നമ്മൾ പീനട്ട്, അത് തന്നെ. ഈ പീനട്ടിന് പലയിടത്തും പല പേരാണ് പറയുന്നത്. നമ്മുടെ അടുത്തൊക്കെ കപ്പലണ്ടി എന്ന് പറയും, ചിലർ കടലയെന്ന് പറയും. ഞങ്ങൾ കടലയെന്ന് പറയുന്നത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന കടലയുണ്ടല്ലോ, കടലക്കറി വെക്കുന്നത്, അതിനാണ് കടലയെന്ന് പറയുന്നത്. ഇതിന് നമ്മൾ കപ്പലണ്ടി എന്നാണ് പറയുന്നത്. അതിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്തിട്ട് നമുക്ക് അതിന് ഇച്ചിരി ഒരു മൂപ്പ് അതുകൊണ്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. അത് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചില്ലെങ്കിൽ അത് മൂത്ത് വരാൻ ഇച്ചിരി താമസമുണ്ട്. അതൊന്ന് റെഡിയായി വരട്ടെ. അതിലേക്ക് നമുക്ക് കാഷ്യൂവിന് ഇട്ടിട്ട് കൊടുക്കുക. അതൊരു 100 ഗ്രാം ഇട്ടിട്ടുണ്ട്. കപ്പലണ്ടിക്കാണ് ഇത്തിരി നേരം കിടക്കണമെങ്കിൽ അത് മൂക്കത്തോളം, അതുകൊണ്ട് ആദ്യം അതിട്ടത്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ബദാം ഒരു 100 ഗ്രാം ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഫ്രൈ ആക്കി മാറ്റി. പിന്നെ നമ്മളെടുത്ത പംകിൻ സീഡ്, മത്തയുടെ അരി ഉണ്ടല്ലോ, അത് പിളർന്ന് അതിൻ്റെ പരിപ്പ് മാത്രമായിട്ട് കിട്ടും. അത് ഏറ്റവും ബെസ്റ്റാണ്, നമുക്ക് ശരീരത്തിന് ഏറ്റവും ബെസ്റ്റാണ്. അത് കഴിക്കണം, എല്ലാവരും വാങ്ങി കഴിക്കണം അത് കേട്ടോ. അത് ഈ തലയിലെ താരനൊക്കെ പോകാനും അതുപോലെ തന്നെ തലമുടി സമൃദ്ധമായിട്ട് വളരാനും ഒക്കെ നല്ലതാണ്. ശരീരത്തിന് ഏറ്റവും നല്ലതാണ് പംകിൻ സീഡ്. അത് വാങ്ങി കഴിക്കണം എല്ലാവരും. അതും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അത് ഇത്തിരി ഒന്ന് മൂത്ത് വരാൻ ഇത്തിരി താമസമുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചപ്പ് മാറി വരണം. അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ഇനി തണുത്ത് കഴിയുമ്പോൾ നന്നായി തണുത്തതിന് ശേഷം എല്ലാം നല്ലപോലെ പൗഡറാക്കി നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നമുക്ക് ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശർക്കരയാണ് അത് ഒരു ക്യൂബ്. ഞാൻ കുട്ടികൾക്ക് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 1.5 ക്യൂബ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാനത് തിളപ്പിക്കാൻ വെച്ചു. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കത് അരിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്തിലെ പൊടിയും അഴുക്കുമൊക്കെ പോകട്ടെ. ഇതിലേക്ക് പാനിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ ഒഴിച്ചു കൊടുത്തു അല്ലേ. അതിലേക്ക് നമുക്ക് ആ ശർക്കര അരിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് വറ്റിച്ചെടുക്കാം. നല്ല കറുപ്പ് കളറ്, കരിപ്പട്ടിയൊക്കെ ആക്കുന്ന അതേ. നമുക്കത് അതിനകത്തിൽ അഴുക്ക് ഉണ്ടായിരുന്നത് നമുക്ക് മാറ്റാം. കണ്ടില്ലേ, നല്ല കറുപ്പ് കളറുണ്ട്. അത് നമുക്ക് നൂൽ പരുവാകുന്നിടം വരെ നമുക്കതൊന്ന് തിളപ്പിക്കാം. മറവൂർ ശർക്കരയോ അങ്ങനെ മറ്റോ, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. നൂൽ പരുവാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ ഒരു പാത്രത്തിൽ, അതിലേക്ക് നമ്മൾ ഒരു 2 ഏലക്ക പൊടിച്ച്, നേരത്തെ നമ്മൾ ആ പൗഡറിനകത്ത് ഇട്ടിട്ടുണ്ട്. പക്ഷേ ശർക്കരയ്ക്ക് ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനകത്തൊരു 2 ഏലക്കയുടെ അരി മാത്രം പൊടിച്ച് നന്നായിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നൂൽപ്പരുവമാകുമ്പോൾ നമുക്കത് ഇറക്കിയിട്ട് ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് അത് ലഡു
കുഴച്ച് നന്നായിട്ട് അറിയാമല്ലോ എല്ലാവർക്കും ലഡു പോലെ. പിന്നെ ആ പൗഡർ ലേശം മാറ്റി വെച്ചേക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് ഉരുട്ടി ആ പൊടിക്കകത്തിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. കുറച്ച് പൊടി മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് കുഴയ്ക്കാൻ. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കയ്യിലെടുക്കുമ്പോഴൊക്കെ കയ്യിലൊക്കെ ഒട്ടും. ഇതിപ്പോൾ ആ പൗഡറിലൊന്ന് മുക്കിയും കൂടെ നമ്മൾ എടുക്കാമെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും പിന്നീട് ഒട്ടത്തില്ല, അല്ലെങ്കിൽ പരസ്പരം ഒട്ടിപ്പോവും. ഇത് നമ്മൾ ഈ ലഡു ഉണ്ടാക്കി ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം, കഴിവതും 1 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ കുട്ടികൾക്ക് കൊടുക്കാവുള്ളൂ. കാരണം ഇതിനൊരല്പം കയ്പുണ്ട്. അപ്പം നമ്മൾ ഈ ശർക്കരപ്പാനി അതിൽ നന്നായിട്ട് പിടിച്ചതിന് ശേഷം മാത്രം കുട്ടികൾക്ക് കൊടുത്താൽ മതി. ലേശം കയ്പൊക്കെ ഉള്ള സാധനമാണ്. എള്ളൊക്കെ നമ്മൾ കൂടുതൽ ചേർക്കുന്നതല്ലേ, അതിൻ്റേതായിട്ടുള്ള. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എല്ലാവരും. നമ്മൾ പുതുവർഷമായിട്ട് എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇരിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവർക്കും കഴിക്കാൻ മടിയുള്ളവർക്കും ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ലഡുവോ കഴിച്ചാൽ മതി. അന്നത്തെ ദിവസം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും, മെൻ്റലി നല്ല ഫ്രഷ് ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കണ്ടേ, എല്ലാം അതേപോലെ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്.